ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കഥയിലൂടെ പഠിച്ചപ്പോൾ ഒരമ്മയും 8 മക്കളും എന്ന പേരിൽ നമ്മൾ അത്തരം ഒരു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലേ. ഇന്ന് നമ്മളെ സംബന്ധിച്ച് പഠിക്കാനായിട്ടുള്ളത് അതിന് കണ്ടിന്യൂസ് ആയി വരുന്ന കുറച്ച് വാക്യങ്ങളാണ്. ഇന്നു മുതൽ നമ്മൾ വാക്യരചന ആരംഭിക്കേണ്ടിയിരിക്കുന്നു. സോ എങ്ങനെ ഹൗ ക്യാൻ വി കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഇംഗ്ലീഷ് വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും, മറ്റുള്ള ആളുകളോട് എങ്ങനെ സംസാരിക്കാം, ക്ലാസ് റൂമിൽ നമ്മളൊരു ടീച്ചറായിട്ട് നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു സ്പീക്ക് ഓർ യു ഹാവ് ടു സേ വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളൊക്കെ മനസ്സിൽ എന്താണുള്ളത് അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററായിട്ട് ഇംഗ്ലീഷിൽ മാറാൻ കഴിയുള്ളൂ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് what we have studied. So what we studied in last class, we have to remember that once more. So parts of speech, they are noun, second one pronoun, third one verb, fourth one adverb, fifth one adjective, sixth one preposition, seventh one conjunction, and last one interjection. എല്ലാവർക്കും ഈ 8 വാക്കുകൾ നന്നായിട്ട് ഉണ്ടോ? പിന്നെ എല്ലാവർക്കും ക്ലിയർ ആണോ കാര്യങ്ങൾ? ഓക്കെ, അത് ഓർമ്മയിൽ വേണം, എങ്കിലേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, നൗ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ക്യാൻ വി എക്സ്പ്രസ് അവർ ഐഡിയ ഇൻ ടു ഇംഗ്ലീഷ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കാം എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കാം. യെസ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ കാര്യം ഇതിന് ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ് അല്ലേ. സംസാരിക്കുമ്പോൾ there are positive statements and negative statements that we can express through English language. സമയത്ത് ബാക്കിയുള്ള എല്ലാവരും ക്യാമറ ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരാൾ ക്യാമറ ഓണാക്കിയാൽ ക്ലാസ് ജാമാവും. ഓക്കെ, അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലാസ് കിട്ടൂല കേട്ടോ. പിന്നെ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആവുകയാണെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലാസ്സിൽ എത്ര പാർട്ടിസിപ്പൻ്റ് ഉണ്ട് ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ എത്ര പാർട്ടിസിപ്പൻസ് ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞു? എത്ര പേരുണ്ട് ക്ലാസ്സിൽ? ഏകദേശം നോക്കട്ടെ, ടോട്ടൽ എത്ര പേര് എത്തിയിട്ടുണ്ട്? 49 പേര്. നോർമലി നമ്മുടെ ക്ലാസ്സിലുള്ള സാധാരണ വരുന്ന പാർട്ടിസിപ്പേഷൻ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം വേറോട് പറയുമ്പോൾ അത് നടക്കുന്ന കാര്യമാണെങ്കിൽ നമ്മളതിന് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അത് നടക്കുന്ന കാര്യമാണെങ്കിൽ. അല്ല, നടക്കാത്ത കാര്യമാണെങ്കിൽ, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണെങ്കിൽ വി ക്യാൻ കോൾ ദം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ ഇംഗ്ലീഷിൽ. അത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ നിങ്ങളെടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഡു യു നോ ഇംഗ്ലീഷ്? ഇത് നമ്മൾ പഠിക്കാനുള്ളൊരു ഒരു വാചകമാണ് കേട്ടോ. ഡു യു നോ ഇംഗ്ലീഷ്? നിങ്ങളെ മറുപടി എല്ലായ്പ്പോഴും ഒന്നുകിൽ യെസ് ഐ നോ എന്നാവാം, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് നോ എന്നാവാം, നോ ഐ ഡോണ്ട്. യെസ് ഐ നോ, നോ ഐ ഡോണ്ട്. ഈ യെസ് ഐ നോ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നും കൂടി നന്നാക്കി പറഞ്ഞാൽ പോസിറ്റീവായ റീപ്ലൈ ആണ്. നോ ഐ ഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായ റീപ്ലൈ ആണ്. അപ്പോൾ പോസിറ്റീവായ റീപ്ലൈ ഉണ്ട്, നെഗറ്റീവായ റീപ്ലൈയും ഉണ്ട്. മനസ്സിലായില്ലേ? കൂടാതെ പിന്നെ അദ്ദേഹം വരുന്നില്ല,
ഒരു കാര്യം മലയാളത്തിൽ പറയാണ്, അദ്ദേഹം വരുന്നില്ല. അദ്ദേഹം വരുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവായ സ്റ്റേറ്റ്മെൻ്റാണ്. അദ്ദേഹം നാളെ വരുന്നുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവായ സ്റ്റേറ്റ്മെൻ്റാണ്. ഓക്കെ, പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളത്. പേഴ്സണൽ നിന്ന് കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായി വരുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ പോസിറ്റീവായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നെഗറ്റീവായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് വാക്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, ഐ നോ ഇംഗ്ലീഷ്. ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഐ നോ എന്ന് പറയുമ്പോൾ സ്പെല്ലിങ് ശ്രദ്ധിക്കണം. KNOW ആണ്. KNOW. ഐ നോ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ വൺസ് അഗെയിൻ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫ്ലോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്ന് കണ്ടിന്യൂസ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. മറ്റേ ഞാൻ ഇടയ്ക്ക് കയറിയാണ്ട് വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ കാര്യം വീണ്ടും പറയുമ്പോൾ ഒരു ഫ്ലോ നഷ്ടപ്പെടും. അപ്പോൾ ഐ നോ ഇംഗ്ലീഷ് ഇതൊരു പോസിറ്റീവായ സ്റ്റേറ്റ്മെൻ്റാണ്. അതേസമയം ഇതിന് നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ, ഈ ഐ നോ ഇംഗ്ലീഷ് എന്ന ഈ വാക്യത്തിൽ ഒരു ഓക്സിലറി വെർബ് എന്ന് പറയുന്ന സഹായക്രിയ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഒരു ഓക്സിലറി വെർബ് എന്ന് പറയുന്ന സഹായക്രിയ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ സഹായക്രിയ ഏതാണെന്ന് മനസ്സിലാക്കണം. അത് ഇവിടെ ഡു ആണ്. DO നമ്മൾ ഡോ എന്നല്ല പറയുക, ഡു എന്നാണ് പറയുക. അതിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾ അല്ല, ഇല്ല എന്നീ അർത്ഥമൊക്കെ വരുന്ന നോട്ട് ചേർക്കാവൂ. അതായത് അല്ല, ഇല്ല എന്നീ അർത്ഥം വരുത്താൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന നോട്ടാണ്. അപ്പോൾ ആ നോട്ട് എവിടെ നമ്മൾ ചേർക്കുക? ഈ സ്ഥാനത്താണ്. ഈ ഡൂവിൻ്റെ കൂടെയാണ് ചേർക്കുക. അപ്പോൾ അത് ഡു നോട്ട്, അതുകൊണ്ട് കൂടി ചേരുമ്പോൾ ഡോണ്ട് എന്നാവും. സോ ഐ ഡോണ്ട് എന്നായി. അതിൻ്റെ കൂടെ നിങ്ങൾ നോ ചേർക്കണം. ഏത് നോ? പിന്നെ അറിയുക എന്നർത്ഥം വരുന്ന KNOW ഉള്ള നോ എന്ന ആ വാക്ക് ചേർക്കണം. സോ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഐ നോ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു പോസിറ്റീവായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി വേറെ വാക്കും കൂടി പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഇതുവരെ മനസ്സിലാവാത്തവർക്ക് ഇനിയും നന്നായി മനസ്സിലാവും. ഒരു വാക്യം പാടെ വേറെ എടുക്കാം. എന്താണ്? ഐ റീഡ് ഇംഗ്ലീഷ്. റീഡ് എന്താ അർത്ഥം? വായിക്കുക അല്ലേ? സ്പെല്ലിംഗ് എന്താണ്? READ, റീഡ്. ഐ റീഡ് ഇംഗ്ലീഷ്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നു. അപ്പോൾ തൽക്കാലം ആ ഒരു അർത്ഥം പഠിച്ചാൽ മതി. അർത്ഥങ്ങൾ വേറെ പലതും വരാനുണ്ട്. സോ ഐ റീഡ് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാക്യത്തിൻ്റെ കൂടെ നോട്ട് അങ്ങോട്ട് ചേർത്താൽ എന്താ വരിക? ഐ ഡോണ്ട്. നോട്ട് ചേർക്കെന്ന് പറയുമ്പോൾ നോട്ട് അങ്ങ് ചേർക്കാൻ പാടില്ല. ഡു എന്ന ഓക്സിലറി എടുത്തിട്ട് അതിൻ്റെ കൂടെ വേണം നോട്ട് ചേർക്കാൻ. അപ്പോൾ അത് ചുരുങ്ങി ഇങ്ങനെ വരും, ഐ ഡോണ്ട്. ഐ ഡോണ്ട് റീഡ് ഇംഗ്ലീഷ്. ഐ ഡോണ്ട് റീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല. എത്ര സിമ്പിളാണ് കാര്യങ്ങൾ അല്ലേ? വളരെ നന്നായിട്ട് ഫോളോ ചെയ്യാനും ഈ മെത്തേഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നന്നായി ഫോളോ ചെയ്യാൻ കഴിയും. ഇനിയും കൂടുതൽ വാക്യങ്ങൾ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞ് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു വാക്യം പറയാം. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നു. അതെങ്ങനെ നമുക്ക് പറയാം? ഐ കം ഫ്രം സ്കൂൾ. ഐ കം ഫ്രം സ്കൂൾ. ഐ കം ഫ്രം സ്കൂൾ. കം എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് അറിയാലോ? COME. ഐ കം ഫ്രം സ്കൂൾ കേട്ടോ. പിന്നെ ഒരു കാര്യം, ക്ലാസ് ആരംഭിക്കണ മുമ്പേ പറയണ കരുതായിരുന്നു. പക്ഷെ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം ആളുകൾ എത്തിയതുകൊണ്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നു, നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിക്കൊണ്ടു. കാരണം സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നൊരു ക്ലാസ്സിൽ നോട്ട്സിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ അത് അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ, അതായത് സ്കൂളിൽ പോകാത്ത ആളുകൾക്കാണ് ആ രീതി. ഇപ്പോൾ കോവളത്തൊക്കെ പോയിട്ട് ചില ആളുകൾ അവിടെ കപ്പലണ്ടി വിറ്റ് നടക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു 3-4 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ സുന്ദരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു വരാറുണ്ട്. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
അല്ലേ? എന്താ കാരണം? അവർക്ക് അവിടെ നോട്ട്സ് വേണ്ട, ഒരു കാര്യം വേണ്ട. അവർ സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ് ഈ കാലം. സ്കൂളിൽ മര്യാദക്ക് പഠിക്കാത്തതുകൊണ്ടാണ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയത്. പിന്നീട് ഇങ്ങനെ ഈ ഈ ഈ ഒരു മേഖലയുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ നമ്മളങ്ങനെയാണോ? അല്ല. നമുക്കിപ്പോൾ കോവളത്ത് പോയിട്ടോ അല്ലെങ്കിൽ സായിപ്പ് എവിടെ ഉണ്ടോ അവിടെ പോയിട്ടോ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? അതിനുള്ള സംവിധാനവും ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുവരെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു വന്ന രീതി എന്തായിരുന്നു? ആ രീതി അതേപോലെ തന്നെ ഫോളോ ചെയ്യലാണ് ഇപ്പോൾ നല്ലത്. നമ്മുടെ സൈക്കോളജിയും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ പല ആളുകളും ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സിന് പോയിട്ട് പരാജയപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇതുതന്നെയാണ്. എനിക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട്. ഒരു 9 വർഷം മുമ്പ് 2015 ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് നടത്തിയിരുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വേങ്ങര, മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ ഒരു പ്രധാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുള്ള ഒരു 4 ടീച്ചർമാർ, 4 വനിതകൾ രാവിലെ 6:30 പഠിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ ക്ലാസ് ശരിക്കും അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാനവർക്ക് പക്ക കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്, നോട്ട്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ക്ലാസ് എടുത്തു. പക്ഷെ അവർ ക്ലാസ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവരിതുവരെ പഠിച്ചു വന്ന രീതി എഴുത്തും വായനയൊക്കെ ആയിരുന്നു. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് വെറുതെ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന രീതി എന്താണോ ആ രീതി ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക. കുറേശ്ശെ ആ രീതിയിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയും. നമുക്ക് നോക്കാം. എങ്കിലേ നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്കൊരു ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഈ പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ് അവസാനം പറഞ്ഞ ഐ കം ഫ്രം സ്കൂൾ. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നു. എന്നാൽ അത് നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഐ ഡോണ്ട് കം ഫ്രം സ്കൂൾ. ഈ ഡോണ്ട് എന്ന വേർഡ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അത് ഈ പോസിറ്റീവായ വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി വെർബാണ്. ആ ഓക്സിലറി വെർബ് നമുക്ക് പിന്നെ അതേപോലെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നെഗറ്റീവായിട്ട് വാക്യം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ കൂടെയാണ് നിങ്ങൾ നോട്ട് ചേർക്കേണ്ടത്. ഓക്കെ. ഐ ഡോണ്ട് കം ഫ്രം സ്കൂൾ. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നില്ല. ഞാൻ സ്കൂളിൽ നിന്നല്ല വരുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. മൈക്കോൺ ആക്കണ്ട. ജസ്റ്റ് തമ്മിൽ പ്രശ്നമോ അല്ലെങ്കിൽ മെസ്സേജോ കൊടുത്താൽ മതി. ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതോ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഇനി എക്സാമ്പിൾ വരുന്നുണ്ട്. മനസ്സിലാവണം. ഇത് കറക്റ്റ് മനസ്സിലാവണം കേട്ടോ. ഇവിടെ ഇനി നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ എത്ര ഭാഗങ്ങൾ എടുക്കുമോ അത്രയും ഭാഗങ്ങൾ, കാരണം നമ്മുടെ മെയിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള പ്രൊവിഷനുള്ളൂ. ശരിക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എടുക്കണമെങ്കിൽ മിനിമം 90 ദിവസങ്ങൾ വേണം. അത് എബവ് ആവറേജ് ആയിട്ട് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഒരു ആവറേജ് മാത്രമാണെങ്കിൽ ചുരുങ്ങിയത് 150 ദിവസം വേണം. ഇനി ആവറേജ് ചിലപ്പോൾ താഴെയുള്ളവരാണ് നമ്മളെങ്കിൽ നമുക്കത് കൃത്യമായി പഠിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 9 മാസം വേണം. അതിലൊരു 9 മാസം കഴിഞ്ഞ അടുത്തൊരു 3 മാസം ഒരു ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വേദിയും കൂടി വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും ക്ലിയർ ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് 1 കൊല്ലം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാം എന്നൊരു പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാത്രം നിങ്ങൾ ഫീ കൊടുത്ത് കണ്ട് ജോയിൻ ചെയ്യാവും. അല്ലെങ്കിൽ ഫീ പോകേണ്ട വഴി കാണൂല. മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ച് അത്യാവശ്യം ഗവേഷണം നടത്തി നമ്മുടെ കേരളീയ ഭാഷയിൽ പറഞ്ഞാൽ നല്ലോണം കയ്യിലുത്തിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ കേട്ടോ. കാരണം ഞാനും ഈ കോഴ്സ് നടത്താറുണ്ട്. 2 ആഴ്ച 3 ആഴ്ച ഉള്ള കോഴ്സ് ഞാൻ നടത്താറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ MA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളാണോ? ആണെങ്കിൽ മാത്രം ചേർന്നാൽ മതി, അല്ലെങ്കിൽ ജോയിൻ ചെയ്യരുത്. ഈ 3 ആഴ്ചക്കുള്ള കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല.
ഓക്കെ, നമ്മളെന്തിനും അറിഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അവരെടുത്ത യാഥാർത്ഥ്യം പറയും. അപ്പോൾ അവർ പറയും, സാറേ ഞങ്ങൾക്ക് പിന്നെ ഉള്ളത് ഏത് കോഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടി കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ മാത്രം നമ്മളൊരു കോഴ്സ് വിഭാവനം ചെയ്യും, അല്ലേ? 1-2 ആളുകൾക്ക് വേണ്ടി കോഴ്സ് നടത്താൻ പറ്റില്ലല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ മെയിൻ ക്ലാസ് ആരംഭിക്കുന്ന വരെയും നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യം ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഇത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സമയത്ത് പറഞ്ഞു തരണ്ടേ. എന്തായാലും നിങ്ങളെ വഴിയിലിട്ടുകൊണ്ട് ഉപേക്ഷിച്ച് പോവാൻ മനസ്സ് വരുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ചെയ്യുക, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ പാത്ത് ഗൈഡ് ലൈൻസ് ആൻഡ് സോർട്സ് ഓഫ് റോഡ്സ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരണ്ടേ. സോ ഇപ്പോൾ നമ്മൾ 2 തരം വാക്യം പഠിച്ചു, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എല്ലാവർക്കും ഞാൻ ടാസ്ക് തരാൻ പോവുകയാണ്. അല്ല, അതിന് മുമ്പ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോഴും ആ ഏറ്റവും പിറകിലെ ബെഞ്ചിലിരിക്കുന്ന ആ നീല ചുരിദാറിട്ട് ആ ലേഡിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, ഇല്ലല്ലോ? നോക്കി, നിങ്ങളെ ഏറ്റവും ബാക്കിലിരിക്കുന്ന നീല ചുരിദാറിട്ട ലേഡി ഉണ്ട്, അവർക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാണ് കേട്ടോ. ഇനി അവരാരെന്ന് പേരൊന്നും പറയണ്ട. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി. ഓക്കെ, ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഐ ഗോ ടു സ്കൂൾ. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? എന്താ സംശയം? ഇത് പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ആള് പോവുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? ആള് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അല്ലേ? അവിടെ നമ്മളാണ് ഡു എന്ന ഓക്സിലറി കൊണ്ടുവരേണ്ടത്. ഡു, ആ ഡു ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡൂവിൻ്റെ കൂടെ നോട്ടുംപാടെ ചേർത്താലേ നെഗറ്റീവ് ആവുള്ളൂ. ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഇപ്പം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ആയി. ഇനി ഞാൻ ടാസ്ക് അവതരിപ്പിക്കാം. നിങ്ങൾ ടാസ്ക് പറയാൻ പോവുകയാണ്. ടാസ്ക് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, വളരെ ഈസിയായ ടാസ്ക്കാണ്. പറയട്ടെ, റെഡിയാണോ എല്ലാവരും? ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും 2 വാക്യം, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അത് പോസിറ്റീവ് എന്ന് ടൈപ്പ് ചെയ്തുകാണ്ട് പോസിറ്റീവായ വാക്യം എഴുതുക, നെഗറ്റീവ് എന്ന് ടൈപ്പ് ചെയ്തുകാണ്ട് നെഗറ്റീവായ വാക്യം എഴുതുക. ഓക്കെ, ആ പോസിറ്റീവിന് നെഗറ്റീവിന് ഉണ്ടാക്കേണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഗോ ടു സ്കൂൾ, അതിൻ്റെ ഞാൻ വേറെ നെഗറ്റീവ് ഒന്നുമില്ല ഞാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ തന്നെ നെഗറ്റീവ് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ, അല്ലേ? അതേപോലെ വേണം പറയാൻ. ഒന്ന് ട്രൈ ചെയ്യൂ എല്ലാവരും. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ട്രൈ ചെയ്യൂ, എല്ലാവരും ട്രൈ ചെയ്യൂ. ഒരാളും പിന്മാറി നിൽക്കരുത്. ഈ പിന്മാറി നിൽക്കണ നമുക്ക് പറഞ്ഞ പണിയല്ല കേട്ടോ. എല്ലാവരും ചെയ്തോളൂ. ഒരാളും പിന്മാറി നിൽക്കരുത്. എല്ലാവരും ടൈപ്പ് ചെയ്ത് കണ്ട് അയക്കുക. സമയം ഞാൻ തരാം, ഞാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് ധൃതിയൊന്നുമില്ല. എല്ലാവരും ടൈപ്പ് ചെയ്തിട്ട് മതി ബാക്കി ക്ലാസ്, അല്ലേ? ഓക്കെ, ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, ഇങ്ങോട്ട് വരട്ടെ. വേറെ എക്സാമ്പിൾ നമ്മൾ പോയി ഐ ഹാവ് ചോക്ലേറ്റ്സ്, അങ്ങനത്തെ ഒക്കെ ആവട്ടെ. ഇവിടെ എക്സാമ്പിൾ വരട്ടെ. എല്ലാവരും നമുക്ക് എഴുത്തിലൂടെ നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ 1-2 വീക്ക് കഴിഞ്ഞ് നമുക്ക് സംസാരത്തിൽ കൂടി നോക്കണം. അന്ന് മൈക്ക് ഓണാക്കാൻ പെർമിഷൻ തരുന്നുണ്ട് കേട്ടോ. യെസ്, വെട്ട് നല്ല അടിപൊളി എക്സാമ്പിൾ വരുന്നുണ്ട്. എല്ലാവരും, ഒരാളും പിന്മാറി നിൽക്കരുത്. ഇപ്പം ഏകദേശം ടോട്ടലായി 60ന്റെ മുകളിൽ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അറ്റൻഡൻസ് ഏകദേശം 60ന്റെ മുകളിൽ ആളുകളുണ്ട്. എല്ലാവരും പങ്കെടുത്തു. പിന്നെ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആവുന്നവർ വീണ്ടും ജോയിൻ ചെയ്യണം കേട്ടോ. കാരണം ലൈവ് ക്ലാസ്സിൽ കയറാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ല അത് തന്നെയാണ്. ലൈവ് ക്ലാസ്സിൽ കിട്ടുന്ന അത്ര ഒരു വൈബ് നിങ്ങൾക്ക്
റെക്കോർഡ് ക്ലാസ് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കാരണം റെക്കോർഡ് ക്ലാസ് മോശമാണെന്നല്ല, ഇതിന് റെക്കോർഡായിട്ട് വരിക. പക്ഷെ ലൈവ് ക്ലാസ്സിൽ കയറുമ്പോൾ ഉള്ളൊരു അല്ലേ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൂടോടെ ബിരിയാണി കഴിക്കേണ്ടതും കുറേ പഴകിയ ബിരിയാണി കഴിക്കേണ്ടതും വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. ചൂടോടെ സദ്യ കഴിക്കേണ്ടതും പിന്നെ വളരെ പഴകിയ ഭക്ഷണം കഴിക്കേണ്ടതും ഡിഫറൻസ് ഇല്ലേ. അതേപോലെ കരുതിയാൽ മതി, രണ്ടും വിശപ്പ് അടക്കും അല്ല. വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, വരട്ടെ, എക്സാമ്പിൾ വരട്ടെ. നിങ്ങളിൽ സ്ലോ ടൈപ്പ് ചെയ്യുന്ന ആളെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ടൈപ്പ് ചെയ്യുവോളം വെയിറ്റ് ചെയ്യും. അവർ ആൻസർ കൂടെ എത്തിയിട്ട് മതി ബാക്കി. ഞാനും എനിക്ക് പഠിച്ചവനെ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ ഈശ്വര കുടുങ്ങിയ, നിങ്ങൾ ഓരോ അക്ഷരമായി ടൈപ്പ് ചെയ്തോളി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഫുള്ള് വരട്ടെ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആരുടെയും എക്സാമ്പിളിൽ മിസ്റ്റേക്കൊന്നും കാണുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല എക്സാമ്പിൾ തന്നെയാണ് ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്. അതൊരു സന്തോഷകരമായ കാര്യമാണ്. കാരണം ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും നല്ല ക്വാളിറ്റി ആയിട്ട് പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും നന്നായി ടൈപ്പ് ചെയ്തോളൂ. സോ കുറേ ആളുകൾ ഏകദേശം പകുതിയിലേറെ ആളുകൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ചും കൂടി ആളുകളുണ്ട്. ഇനി ഇവിടെ ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആൻസർ അയച്ചോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബാങ്ക് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ആയി തുടങ്ങി തോന്നുന്നു. ഇനി ആരെ അയക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം എല്ലാവരും പിന്നെ അയച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം പേരും പങ്കെടുത്തു, സന്തോഷമുണ്ട്. ആരതും മിസ്റ്റേക്ക് കണ്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുവരെ എന്താണോ പഠിച്ചത് അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ക്ലിയർ ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ? നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ പഠിച്ചത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുമാണ്. എന്നാൽ ഇത് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് കൂടി വേണം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആ ഒരു പ്രാപ്തി വേണം. അപ്പോൾ അത് അറിയണം. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 2 തരം ചോദ്യങ്ങളാണുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. നിങ്ങൾ കേട്ട് മറന്നു കഴിഞ്ഞ കാര്യം നിങ്ങളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതിൽപ്പെട്ട ആദ്യ ക്വസ്റ്റ്യനാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ.
യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? അപ്പോൾ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചിലപ്പോഴൊക്കെ തന്നെ യെസ് എന്നോ നോ എന്നോ ഒക്കെ ആയിരിക്കും ആദ്യം വരിക. അതായത് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ യെസ് എന്നായിരിക്കാം അല്ലെങ്കിൽ നോ എന്നായിരിക്കാം. അത്തരം ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. സിമ്പിളായി പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണോ യെസ് എന്നോ നോ എന്നോ വരുന്നത്, സോ ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ് ഈസ് നോൺ ആസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ഓക്കെ. ഇനി സെക്കൻഡ് കാറ്റഗറി ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ്. എന്നാൽ ഈ WH ക്വസ്റ്റ്യൻസ് W കൊണ്ടോ H കൊണ്ടോ, ഞാൻ പറഞ്ഞ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം, W കൊണ്ടോ H കൊണ്ടോ ആരംഭിക്കുന്ന ചോദ്യവാക്കുകൾ ആരംഭത്തിൽ വരും. എന്ത് മെസ്സേജ് കണ്ടു? അതായത് W കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യവാക്കുകൾ എന്ന് പറയുമ്പോൾ വാട്ട്, വിച്ച്, വേർ, വോത്ത്, വിച്ച്, വേള്, വെന്ന്, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഫാർ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ W കൊണ്ടോ H കൊണ്ടോ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ വേർഡ്സ് ഒരു ക്വസ്റ്റ്യൻ്റെ ആരംഭത്തിൽ വരികയാണെങ്കിൽ അത്തരം ക്വസ്റ്റ്യനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയേണ്ടത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ നോക്കാം. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടോ? അതായത് പറഞ്ഞ കാര്യം ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന കാറ്റഗറിയിൽ തന്നെ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നും നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നും രണ്ട് തരം കാറ്റഗറി വരുന്നുണ്ടോ? ഉണ്ട് എന്നാണ് സത്യം. കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങളെ കൂട്ടുകാരിയോട്, നിനക്ക് ഹിന്ദി അറിയോ? അപ്പോൾ നിനക്ക് ഹിന്ദി അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇല്ല എന്ന വാക്കോ അല്ല എന്ന വാക്കോ ഒന്നും സൂചനയായിട്ട് പോലും വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരവും യെസ് എന്നോ നോ എന്നോ ഒക്കെ ആകുന്നത് കൊണ്ട് അത്തരം ചോദ്യങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ എന്താ പറയുക, അത് പോസിറ്റീവായ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിനക്ക് ഹിന്ദി അറിയോ? എന്നാൽ നിങ്ങൾ ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് ഹിന്ദി അറിയില്ലേ? നിനക്ക് ഹിന്ദി അറിയില്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ ഇല്ല എന്ന വാക്കിന്റെ സൂചനയോ അല്ല എന്ന വാക്കിന്റെ സൂചനയോ വരുന്നുണ്ടോ? ഉണ്ട്. അറിയില്ലേ അല്ലേ? അപ്പോൾ ആ അറിയില്ലേ എന്നുള്ള ലേ വന്നു. അപ്പോൾ അതൊരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആദ്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ വാക്യം നമുക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാം. ഏത് വാക്യം? ഐ നോ ഇംഗ്ലീഷ്. പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ് ആണത്. ആദ്യം നമ്മൾ പഠിച്ചതാണ്. ഐ നോ ഇംഗ്ലീഷ്. എന്താ അതിന്റെ മലയാളം? എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഐ നോ. നോ എന്ന് പറയുമ്പോൾ KNOW ആണ് കേട്ടോ. ആ K വായിക്കാൻ പാടില്ല, W അവിടെ ഉച്ചാരണമില്ല, NO മാത്രമേ ഉച്ചാരണമുള്ളൂ. ഐ നോ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഓക്കെ. ഇത് നെഗറ്റീവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അത് നിങ്ങൾക്കറിയാം. ഡു എന്ന ഓക്സിലറി വെർബാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ചുരുക്കി ഇങ്ങനെ പറയും, ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഇതാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇതേ വാക്യം നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പോവുകയാണ്. ശ്രദ്ധയും രണ്ട് കണ്ണും രണ്ട് ചെവിയും മനസ്സൊക്കെ ഇവിടെ തന്നെ വേണം, എന്നാലേ ഈ കാര്യം ഭംഗി നടക്കുള്ളൂ. ഓക്കെ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഐ നോ ഇംഗ്ലീഷ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഇനി നിങ്ങളെല്ലാവരും ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡു എന്ന ഓക്സിലറി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന്.
ആ ഒളിഞ്ഞിരിക്കുന്ന ഓസ്ലറിയെ ആരംഭത്തിൽ എഴുതുകയാണെങ്കിൽ ഡു ഐ നോ ഇംഗ്ലീഷ് എന്നാവും വരിക അല്ലേ? നിങ്ങൾ ഒന്നാമത്തെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ ഒളിഞ്ഞിരിക്കുന്ന ഡു എന്ന വാക്കിനെ ആരംഭത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് പിന്നെ എങ്ങനെ വായിക്കുക? ഡു ഐ നോ ഇംഗ്ലീഷ് ആണോ അല്ലയോ? ഡു ഐ നോ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഐ എന്ന വാക്ക് മാറ്റിയിട്ട് നമ്മൾ പലപ്പോഴും നേരെ മുമ്പിലുള്ള ആളോടാണ് ചോദ്യം ചോദിക്കുക. അപ്പൊ നേരെ മുമ്പിലുള്ള ആളെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ വിളിക്കുക? യു. അപ്പൊ ഐ എന്ന വേർഡ് മാറ്റിയിട്ട് യു എന്ന വേർഡാക്കി മാറ്റാൻ പോവുകയാണ്. സോ അങ്ങനെ ഡു ഐ നോ ഇംഗ്ലീഷ് എന്നതിനെ ആ ഐയെ യു ആക്കി മാറ്റുമ്പോൾ ഡു യു നോ ഇംഗ്ലീഷ്. ഡു യു നോ ഇംഗ്ലീഷ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഡു യു നോ ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അതിൽ ഇല്ല അല്ല എന്ന സൂചന ഇല്ലാത്തത് കൊണ്ട് അത് പോസിറ്റീവാണ്. ഈ ഡു യു നോ ഇംഗ്ലീഷ്, നിനക്ക് ഇംഗ്ലീഷ് അറിയോ? കേൾക്കുന്ന ആള് യെസ് എന്നോ നോ എന്നോ ആയിരിക്കും ആദ്യമായിട്ട് ആൻസർ പറയുക. അതിന് ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. സംഭവം ക്ലിയർ ആണോ? ഡു യു നോ ഇംഗ്ലീഷ്? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ നേരത്തെ നിങ്ങൾ പഠിച്ച പോലെ നേരത്തെ നിങ്ങൾ പഠിച്ചു ഐ ഗോ ടു സ്കൂൾ. ഐ ഗോ ടു സ്കൂൾ അത് നിങ്ങൾ നെഗറ്റീവ് ഉണ്ടാക്കി. ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ. അതിന് നമുക്ക് ഇതേപോലെ മാറ്റിക്കൂടെ? ആ ഒന്നാമത്തെ വാക്ക് എടുക്കാം, പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. എന്താ സ്റ്റേറ്റ്മെന്റ്? ഐ ഗോ ടു സ്കൂൾ. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഡു എന്ന വാക്ക് ഓസ്ലറി വെർബിനെ ഓസ്ലറിയായ ഹെൽപ്പിംഗ് സഹായക്രിയയെ ആരംഭത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തായി? ഡു ഐ ഗോ ടു സ്കൂൾ. ഇനി ആ ഐ അങ്ങോട്ട് മാറ്റിയിട്ട് യു ആക്കി മാറ്റാം. അപ്പൊ എന്താ വരിക? ഡു യു ഗോ ടു സ്കൂൾ? നീ സ്കൂളിൽ പോകാറുണ്ടോ? നീ സ്കൂളിൽ പോകുന്നോ? പല അർത്ഥങ്ങളും പഠിക്കാണ്ട് നമുക്ക് അർത്ഥം വഴിയെ പഠിക്കാം. ഡു യു ഗോ ടു സ്കൂൾ? നീ സ്കൂളിൽ പോകുന്നോ? നീ സ്കൂളിൽ പോകുന്നോ? പോകുകയാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് പറയും, പോകുന്നില്ലെങ്കിൽ നോ എന്ന് പറയും. കണ്ടോ എസ് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നത്? അല്ലേ? സംഭവം ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ടൈപ്പ് ചെയ്ത് അയക്കൂ. എങ്ങനെയുണ്ട്? ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ മനസ്സിൽ ഇത് പതിയണം, പിന്നെ ക്ലിയർ ആവണം. നാളെ ഇതേപോലെ ഇത് പഠിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെ പഠിപ്പിക്കാനും കഴിയണം. നമ്മൾ ലക്ഷ്യം അതൊക്കെയാണ്. ഓക്കെ, യെസ്. ഇനി ഒന്നും കൂടി ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് ഞാൻ പറയുന്നില്ല. എന്താ കാരണം എന്നറിയോ? ഇന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവട്ടെ. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറച്ച് ആളുകൾ ഇത് ഫുള്ള് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ആളുകൾ ഇതിൻ്റെ 50% മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഏതാനും ആളുകൾ 25% മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. തീരെ മറന്നു പോകാത്തൊരു ചിലപ്പോൾ ഒരു 5-6 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരേറ്റവും വലിയ കഴിവുള്ള ആൾക്കാരെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, എന്തായാലും മറന്നു പോകുന്നവർക്ക് വേണ്ടി ഒന്നും കൂടി അടുത്ത ആഴ്ച പറയാം. അതല്ലേ നല്ലത്? അല്ലേ? റിസ്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക അല്ല നല്ലത്? അല്ലേ? ഓക്കെ, അങ്ങനെ ആവട്ടെ കേട്ടോ. കാരണം മറവി മനുഷ്യനുണ്ടാവും. ഓക്കെ, മറവി മനുഷ്യന് ഒരു അനുഗ്രഹമാണ്. ഉറ്റവരും ഉടയവരും മരണപ്പെട്ടു പോകുമ്പോൾ ആ കാര്യം നമ്മൾ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ മറക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അതായത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ എക്സാമിന് പഠിച്ചതൊക്കെ മറന്നു പോകുമെന്ന് പറഞ്ഞാൽ അവിടെ മറവി ഒരു ശാപമാണ്. ശരിക്കും പറഞ്ഞാൽ കേഴ്സാണ്, ശാപം. അല്ലേ? മറവി ഒരേ സമയം തന്നെ 2 സ്റ്റാറ്റസും ഈ മറവി വഹിക്കുന്നുണ്ട്. മറക്കാനുള്ളത് മറക്കട്ടെ, ഇന്ന് ഓർക്കാവും നല്ലത്. അല്ലേ? ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് പറയും. ഞാൻ ചെയ്യേണ്ട പദമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4ാമത്തെ വാക്യം പഠിക്കാൻ നോക്കാം. 4ാമത്തെ വാക്യം നിങ്ങളെ ഓർമ്മയിലുണ്ടാവും. 1ാമത്തെ മുതൽ പറയാം. 1ാമത്തത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, 2ാമത്തെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, 3ാമത്തെ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, 4ാമത്തെ നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. മറക്കരുത്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഈ നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത്? നെഗറ്റീവ്
യെസ് ഓർ നോ ക്വസ്റ്റ്യനെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഐ നോ ഇംഗ്ലീഷ്, ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്ന വാക്കെടുക്കാം. നമുക്കറിയാം ഐ നോ ഇംഗ്ലീഷ്, അതായത് നമുക്ക് നെഗറ്റീവായ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ നെഗറ്റീവായ സ്റ്റേറ്റ്മെന്റ് ആദ്യം അറിയണം. അതിന് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, ഐ നോ ഇംഗ്ലീഷ് പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് എന്താണ്? ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. അപ്പോൾ ഐ നോ ഇംഗ്ലീഷ് എന്ന പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റിന്റെ നെഗറ്റീവായ സ്റ്റേറ്റ്മെന്റ് ആണ് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. നിങ്ങൾ ഇനി അതിലെന്ത് ചെയ്യുക? ആ ഡോണ്ട് എന്ന വാക്കിനെ ആരംഭത്തിലേക്ക് കൊണ്ടുവരിക. ഡോണ്ട് എന്ന വാക്കിനെ ആദ്യം പറയുക, അല്ലെങ്കിൽ ആദ്യം എഴുതുക. അപ്പോൾ നിങ്ങൾ എഴുതിയത് ഇങ്ങനെ വായിക്കും: ഡോണ്ട് ഐ നോ ഇംഗ്ലീഷ്, ഡോണ്ട് ഐ നോ ഇംഗ്ലീഷ്. ഇനി ആ ഐ എന്ന വേർഡ് നിങ്ങൾ യു ആക്കി മാറ്റാം. അപ്പോൾ ഡോണ്ട് യു നോ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ. ഇല്ല, അല്ല എന്ന സൂചന വന്നതുകൊണ്ട് ഈ വാക്യം നെഗറ്റീവാണ്. ഈ വാക്യം നെഗറ്റീവാണ്. ഡോണ്ട് യു നോ ഇംഗ്ലീഷ്, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ അല്ലേ? സംഭവം വളരെ ഈസിയാണ് അല്ലേ? ഇനിയാണ് അസൽ ടാസ്ക് വരാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ 2 വാക്യമല്ല, കണ്ടോ, ഇതാ ഇത്രയും വാക്യം, 4 വാക്യം. നിങ്ങൾ ഒരു വാക്യം മനസ്സിൽ കിട്ടിയാൽ, അഥവാ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ കിട്ടിയാൽ, ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ 4 വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായേ പറ്റൂ. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാൻ പോവുകയാണ്. എല്ലാവരും മൈൻഡ് ഫ്രഷാണോ? കാര്യങ്ങൾ മനസ്സിലാണോ ഇപ്പോൾ ഉള്ളത്? ഓക്കെ, തുടങ്ങിയല്ലേ? റെഡി? യെസ്, എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഐ ഗോ ടു കോളേജ്. പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുകയാണ് നല്ലത്, കൺഫ്യൂഷൻ കുറക്കാൻ. ഐ ഗോ ടു കോളേജ്, ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ഡോണ്ട് ഗോ ടു കോളേജ്, ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ഡോണ്ട് ഗോ ടു കോളേജ്, ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എല്ലാവരെയും ചെവിയൊക്കെ ഇവിടെ തന്നെയാണല്ലോ അല്ലേ? വേറൊന്നും കേൾക്കുന്നില്ലല്ലോ? ഓക്കെ, യെസ്, ഞാൻ പറയാൻ പോവാണ്. ഡു യു ഗോ ടു സ്കൂൾ? ഡു യു ഗോ ടു സ്കൂൾ? നീ സ്കൂളിൽ പോകുന്നോ? നീ സ്കൂളിൽ പോകാറുണ്ടോ? ഇങ്ങനെ പല അർത്ഥങ്ങളും വരാറുണ്ട്. ആദ്യം പഠിക്കാൻ വേണ്ടി ഒരർത്ഥം മതി. ഡു യു ഗോ ടു സ്കൂൾ? നീ സ്കൂളിൽ പോകാറുണ്ടോ? അല്ലെങ്കിൽ നീ സ്കൂളിൽ പോകുന്നോ? നീ സ്കൂളിൽ പോകുന്നോ? ഇനി നെഗറ്റീവാണ്. ഡോണ്ട് യു ഗോ ടു സ്കൂൾ? നീ സ്കൂളിൽ പോകുന്നില്ലേ? ഡോണ്ട് യു ഗോ ടു സ്കൂൾ? നീ സ്കൂളിൽ പോകുന്നില്ലേ? ഓക്കെ, അപ്പോൾ സംഭവം ക്ലിയർ ആണോ അല്ലേ? പിന്നെ റെഡി ആണോ അല്ലേ? ഓക്കെ, എന്നാൽ നിങ്ങൾ സെൻറ്റൻസുകളെ പേര് കൂടി ടൈപ്പ് ചെയ്തിട്ട് വേണം എക്സാമ്പിൾ. സോറി, ചെറിയൊരു പോസ് വന്നു, മൊബൈൽ വീണതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ മൊബൈലിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്, ട്രൈപോഡ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ കയ്യിൽ പിടിച്ചുള്ള ക്ലാസ് എടുക്കാം. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ 4 വാക്യം ഒരുമിച്ച് പറയാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാണോ പറയാൻ? ഓക്കെ ആണോ? യെസ്. എന്നാൽ ടൈം തരാം കേട്ടോ. 5 മിനിറ്റ് സമയമുണ്ട്. സമയമെടുത്ത് ആലോചിച്ച് കൺഫ്യൂഷൻ ആവാതെ ധൃതി പിടിക്കാതെ സമാധാനമായിട്ട് ടൈപ്പ് ചെയ്താക്കി നോക്കട്ടെ. ഈ ടൈപ്പ് ചെയ്യുമ്പോൾ അർത്ഥം കൂടി ഓർമ്മയിൽ വേണം കേട്ടോ. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങളെ ഓർമ്മയിൽ വേണം. ഓക്കെ, അയക്കൂ. ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വാക്യത്തിന്റെ പേര് ടൈപ്പ് ചെയ്തോളൂ. കാരണം നമുക്ക് നമ്മളെ പഠനം ഒന്ന് സിസ്റ്റമാറ്റിക് ആയിക്കോട്ടെ.
ഓക്കെ, അതിന് വേണ്ടിയാണ് ഞാൻ ഈ വാക്യത്തിൻ്റെ പേര് കൂടി ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ പഠന സിസ്റ്റമാറ്റിക് ആവട്ടെ. ഓക്കെ, എല്ലാവരും ഒരാളും മാറി നിൽക്കരുത്. ഇപ്പോഴും ഏകദേശം 50ൻ്റെ മേലെ ആൾ ക്ലാസ്സിലുണ്ട്. എല്ലാവരും ഇതിൽ പങ്കെടുക്കും. മുഴുവൻ പേരും പങ്കെടുക്കണം. ഒരാളും പിന്മാറി നിൽക്കരുത്. ഇതിൽ നമുക്ക് ഇനി അറിയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ വേറെ ശ്രദ്ധിക്കാറില്ല. വേഗം എക്സാമ്പിൾ എഴുതാം, അയക്കാം. ഏകദേശം 60-70 ആളോളം ക്ലാസ്സിലുണ്ട് കേട്ടോ. ഓക്കെ, വരട്ടെ. എന്തായാലും ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, എന്തായാലും കുറേ ആളുകളും ആക്റ്റീവായി പങ്കെടുക്കുന്നുണ്ട്. അതന്നെ ഒരു വലിയ സമാധാനമാണ്. നല്ല അടിപൊളി എക്സാമ്പിൾ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ പറയാത്ത എക്സാമ്പിളൊക്കെ വരുന്നുണ്ട്. അതിൽ മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു കാര്യം. എല്ലായിടത്തും കറക്റ്റാണ്. ഒരു മിസ്റ്റേക്ക് പോലും ചൂണ്ടിക്കാണിക്കാനില്ല. വരട്ടെ എല്ലാവരും. ഏകദേശം പകുതി ആളുകൾ അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനിയും കുറച്ചും കൂടി ആളുണ്ട്. എല്ലാവരും നമ്മൾ ടൈം തരികയാണ്. ഞാൻ 5-10 ആയാലും കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് മെനക്കെട്ട് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ടൈപ്പ് ചെയ്താക്കി. അത് ധൃതി വേണ്ട, സമാധാനത്തിൽ ചെയ്താൽ മതി. സമാധാനത്തിൽ ആലോചിച്ച് ചെയ്താൽ മതി. ഇനിയുണ്ട് പറ്റ എല്ലാവരെയും ആൻസർ ശരിയാണ് കേട്ടോ. ഞാൻ ആരും പേരെടുത്ത് പറയാത്തത്, പേരെടുത്ത് പറയാമെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം അങ്ങനെ പോകും. ഓക്കെ, ഇനിയും ആളുകളുണ്ട്. ഒരു 10-15 ആളുകളോളം ഇനിയും ആൻസർ അയക്കാനുണ്ട്. വരട്ടെ, എല്ലാവരും അയച്ചു. ഓക്കെ, വരട്ടെ എല്ലാവരും. ഇനിയും ആളുണ്ട്. ഓക്കെ, ഇനിയുമുണ്ട്. എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കൂ. ഓക്കെ, കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനിയുമുണ്ട്. പറ്റ ഓക്കെ, യെസ്. ഇപ്പം നമ്മൾ ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ 4 വാക്യം വരെ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ വ്യാപ്തി ഇത്ര ഒന്നല്ല. ഇതിൻ്റെ വ്യാപ്തി ഇത്ര ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ 120
വാക്യം വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിലേക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അത്രയും കാര്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അതെല്ലാവരും സഹിച്ച് ക്ഷമിച്ച് നമ്മളെ കൂടെ തന്നെ ചങ്കിന് ചങ്കായിട്ട് നിലകൊള്ളുക കേട്ടോ. ഇനിയും അയക്കാനുള്ള ഒരാഴ്ച തൊട്ട് ഞാൻ ടൈം വെറുതെ പാഴാണ്ടെഴുതിയിട്ടാണ് ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് മറക്കരുത്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഇന്ന് ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. റെക്കോർഡ് നമ്മൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എപ്പോൾ വേണമെങ്കിലും ആ ലിങ്ക് കയ്യിലുണ്ടെങ്കിൽ ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 4 വാക്യം, ഒരു 5 or 6 ക്ലാസ്സോട് കൂടി ഈ വാക്യങ്ങളെ എണ്ണം. ഒരു വാക്യം കയ്യിൽ കിട്ടിയാൽ 12 വാക്യം വരെ ക്രിയേറ്റ് ചെയ്യാവുന്ന അവസ്ഥയ്ക്ക് വരും. പിന്നെ ഈ എണ്ണം അങ്ങനെ കൂടി 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 പോയി അവസാനം ഒരു വാക്യം കയ്യിൽ കിട്ടിയാൽ 120 ഇംഗ്ലീഷ് വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ശ്രമകരമാണ്, അത് നല്ല ഹാർഡ് വർക്ക് വേണം. എല്ലാവരും ക്ഷമയോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡ് വേർഷനൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണണം. ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യണം. ക്ലാസ്സിലെ ഹോംവർക്കിൽ ഇൻട്രാക്റ്റീവായ വർക്കുകളിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ റെഡിയാണോ? അപ്പോൾ ഞാൻ എന്നും പറഞ്ഞ പോലെ നമ്മളെ ക്ലാസ്സുകൾ, ഫസ്റ്റ് ക്ലാസ്സുകൾ ഒരുപാട് ദൈർഘ്യമുള്ള ക്ലാസ്സൊന്നും നമുക്ക് വേണ്ട. എടുക്കുന്ന കാര്യം കുറച്ച് കാര്യം മതി, അത് പഠിക്കും. അല്ല ഒരുപാട് കാര്യം ഒറ്റ പഠിച്ചു കഴിഞ്ഞാണ്ട് നമ്മൾ എന്താ പറയുക, പഠിപ്പിച്ച് കുട്ടിയെ കൊല്ലാക്കൊല ചെയ്യുന്ന അവസ്ഥയെ കൊണ്ടുപോകണില്ല കേട്ടോ. കുറച്ച് കാര്യം പഠിപ്പിക്കുള്ളൂ, അത് ക്ലിയർ ആവട്ടെ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത ക്ലാസ് ഉണ്ടാവുക അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും കേട്ടോ. ഇനി കൂടാതെ സൺഡേയും ക്ലാസ് ഉണ്ടാവും. സൺഡേ പൊതുവെ നമ്മളൊക്കെ ഹോളിഡേ ആണ് വരാറുള്ളത്. എനിക്ക് അന്നേ നൈറ്റ് ക്ലാസ്സുകൾ ഹോളിഡേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഹോളിഡേ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ വീക്കിലി മറ്റൊരു ഡേ ഒന്നും ഹോളിഡേ അല്ലാത്തത് കൊണ്ട് എനിക്ക് ലഭിക്കുന്ന സൺഡേ കൂടി ഞാൻ ഹോളിഡേ ആക്കി മാറ്റാൻ പോവുകയാണ്. എല്ലാവരും ക്ലാസ്സിൽ വരാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ആകെ 2-3 ആഴ്ചയല്ലേ ഉള്ളൂ കേട്ടോ. ഒന്ന് സഹകരിക്കുക, എന്നിട്ട് എല്ലാവരും വരിക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യമൊന്നും വേണ്ട, കുറച്ച് കാര്യം പഠിച്ചാൽ മതി. ആ പഠിച്ച കാര്യം നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെ കൂടുതൽ കാര്യം എടുക്കാത്ത വേറെ ഉദ്ദേശം കൂടി ഉണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു പക്ഷേ പിന്നെ കല്യാണം കഴിഞ്ഞ് 20 കൊല്ലം 25 കൊല്ലമൊക്കെ ഒന്നും പഠിക്കാത്ത അവസ്ഥയിൽ കിച്ചണിൽ മാത്രം എൻഗേജ് ആയ നമ്മുടെ സഹോദരിമാരുണ്ടാവും. അവർക്ക് പെട്ടെന്ന് അവർക്ക് 1-2 ആഴ്ച കൊണ്ട് ഒരു ക്ലാസ് ഒന്നാകെ പഠിച്ചുണ്ടാക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് അവരെ കൂടി പരിഗണിക്കണം, എന്നിട്ട് വേണം ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ അവർക്കും വേണ്ടി ഒരു 4 വാക്യം, അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്രയേ ഉള്ളൂ. ഓക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ലിങ്ക് ഏറെ വൈകാതെ അയക്കാം. അപ്പോൾ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലാസ്സുകൾ മാക്സിമം നമ്മളൊരു 7:30 എടുത്തുകാണ്ട് ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ക്ലാസ് തീർത്താൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കൊച്ചങ്ങളൊക്കെ ഉള്ള ഒരുപാട് സഹോദരിമാർ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ ചെറിയ കൊച്ചങ്ങൾ പലപ്പോഴും 9 മണിയാകുമ്പോഴേക്കും ഭക്ഷണമൊന്നും കഴിക്കാതെ ഉറക്കം ആരംഭിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് കരുതി നമുക്ക് ഈ ഒരു സമയം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ 8 to 9 ക്ലാസ് എടുക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. കാരണം അന്ന് 2 ബാച്ച് ക്ലാസ് ഉണ്ടാവും. ഒരു ബാച്ചിന് നേരത്തെയും മറ്റേ ബാച്ചിന് വൈകിയും ആ ക്ലാസ് കൊടുക്കാം. അങ്ങനത്തെ അവസ്ഥ വരാം. പരമാവധി അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്ന ഒഴിവാക്കാൻ നോക്കാം. പക്ഷെ നമ്മൾ ടൈം ടേബിൾ ടൈറ്റ് ആകുമ്പോൾ അങ്ങനെയൊക്കെ വന്നേ ക്ലാസ്സുകൾ കൃത്യമായിട്ട് തിങ്കൾ ടു വെള്ളി ക്ലാസ് ഉണ്ടാവും. സ്പോക്കൺ അല്ല, നമ്മുടെ മെയിൻ ക്ലാസ്സുകൾ സെപ്റ്റംബർ 15 ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, തിങ്കൾ ടു വെള്ളി വരെ കണ്ടിന്യൂസ് എല്ലാ വിഷയങ്ങളും ക്ലാസ്സുകൾ ഉണ്ടാവും. 5 വിഷയമല്ലേ ഉള്ളൂ, 5 ഡേ ക്ലാസ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, യെസ്. പക്ഷെ നമ്മൾ സ്പോക്കൺ അങ്ങനെ നമ്മൾ ഡേ ഫിക്സ് ആക്കിയിട്ടില്ല. നമ്മൾ പരമാവധി സമയം നോക്കി മാക്സിമം എടുത്തു തരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. നോട്ട് ഓൺലി ഫോർ യുവർ better participation in the class, but also your interaction in the class as well. So
I would like to respect you for your what you call this class and this interactive session. അതിൽ ചില സഹോദരിമാർ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല എന്ന് അറിയിപ്പ് നൽകി. ഞാൻ ചില ആളുകളോട് ഞാൻ വെള്ളിയാഴ്ച ടെക്സ്റ്റ് ബുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അവർക്കുള്ള ID കാർഡ് കിട്ടുമെന്ന് എന്നെ അറിയിച്ചു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, അവർക്കുള്ള ബുക്ക് എന്താ പറയുക പിന്നെ അയച്ചില്ല. പക്ഷെ ID കാർഡ് നമുക്കന്ന് കിട്ടിയില്ല. ID കാർഡ് ഇപ്പോൾ ഇന്ന് രാത്രി കിട്ടും എന്നാണ് അറിയിച്ചിരിക്കേണ്ടത്. ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറേ വൈകി. മുമ്പ് അത്ര ലാഗ് ഉണ്ടായിട്ടില്ല. അതിനൊക്കെ വ്യക്തമായ കാരണം കേട്ടോ, വൈകുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി ബസ്സിന് വിടും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ ക്ലാസ് കഴിഞ്ഞാൽ അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ പിക്ക് ചെയ്യും. പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തോടു കൂടി ഇവിടുന്ന് അയക്കൽ ആരംഭിക്കും. ആ വിവരം ഗ്രൂപ്പിൽ അറിയിക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യത്തിൽ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കുറേ ആളുകൾക്ക് ടെക്സ്റ്റ് ബുക്ക് അയച്ചു കഴിഞ്ഞു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഫസീല പേയ്മെൻറ്റ് അടച്ചതിൽ അതായത് ഒരാഴ്ച മുമ്പ് പേയ്മെൻറ്റ് അടച്ചതിൽ ഫസീല എന്ന ഒരു വിദ്യാർത്ഥിനി ഒഴികെയുള്ള ബാക്കിയുള്ള 3 പേർക്കും ബുക്ക് അയച്ചിട്ടുണ്ട്. ഫസീലക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം ബുക്കിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു. പിന്നെ ബുക്ക് നമ്മൾ ഇപ്പോൾ ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഇന്നും പ്രസ് ലീവായിരുന്നു. ഇന്നലെയും ഞായറാഴ്ച ലീവായിരുന്നു. അപ്പോൾ നാളെ എമർജൻസി ആയിട്ടൊരു 5 ബുക്ക് അടിക്കാൻ പറഞ്ഞേക്കണം. ഏകദേശം ഉച്ചയാകുമ്പോൾ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അയക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബുക്ക് എന്ത് ചെയ്യും, വേഗം തന്നെ കിട്ടും. ഓക്കെ, 1 വീക്ക് കൂടുതൽ ഞാൻ എന്തായാലും ബുക്ക് അയച്ച ആൾക്കാരുടെ പേര് നാളെ പകൽ സമയത്ത് ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങൾക്ക് ആർക്കൊക്കെ ബുക്ക് കിട്ടിയെന്നുള്ളത് പിന്നെ ഒന്ന് ബുക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ID കാർഡ് എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ഇന്നെത്തും എന്നാണ് പറയേണ്ടത്. എത്തിക്കഴിഞ്ഞാൽ ഉടനെ അത് അയക്കും. ആ വിവരം ഗ്രൂപ്പിൽ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാ സമയത്തോടു കൂടി ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓരോരുത്തരായി ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.